ചില നക്ഷത്രക്കാരുള്ള വീടുകളിൽ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾക്കും ആപത്തുകൾക്കും കാരണമാകുന്ന ചില ചെടികളുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ചില നക്ഷത്രക്കാരുള്ള വീടുകളിൽ ചില പ്രത്യേക ചെടികൾ ഒരു കാരണവശാലും നട്ടുവളർത്തുവാൻ പാടില്ല. ഇനി നേരെ മറിച്ച് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും അത്തരത്തിൽ ആ നക്ഷത്രക്കാർക്ക് ദോഷകരമായി വരുന്ന ചെടികൾ ഒരു വീട്ടിൽ വളരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഒരു വിധത്തിലുള്ള ജീവിത പുരോഗതിയും കാണുവാൻ കഴിയില്ല എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ വിട്ടുമാറാത്ത തരത്തിൽ അനുഭവത്തിൽ വരികയും അനർത്ഥങ്ങൾ ആ വീടിനെ തേടിയെത്തുകയും ചെയ്യും. അതായത് ചില വീടുകളുടെ കാര്യമെടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ എപ്പോഴും പല വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും സമാധാനക്കേടുകളും കാര്യതടസ്സങ്ങളും വിട്ടുമാറാത്ത കടബാധ്യതകളുമായിരിക്കും നിലനിൽക്കുന്നത്. എന്നാൽ ആ വീട്ടിലുള്ളവർ അധ്വാനിക്കാത്തതുകൊണ്ടോ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാത്തതുകൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ ആ വീടിന് അനുഭവത്തിൽ വരുന്നത്. നേരെമറിച്ച് നിങ്ങൾ പോലും സ്വയം അറിയാതെ ചില ദോഷങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇത്തരത്തിൽ ചില നക്ഷത്രക്കാരുള്ള വീടുകളിൽ നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ചെടികൾ വീടുകളിൽ വളരുകയും ആ നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഇനി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തുടർക്കഥയാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. അതായത് വീട്ടിലുള്ള മുതിർന്നവർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും എപ്പോഴും മാറി മാറി രോഗങ്ങളുണ്ടാകുന്ന അവസ്ഥയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനക്കേടും സാമ്പത്തിക നഷ്ടവും ഒട്ടേറെയായിരിക്കും അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ രോഗാവസ്ഥയിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ജീവഹാനിക്ക് വരെ കാരണമായേക്കാം. അപ്പോൾ വാസ്തുശാസ്ത്രവും ജ്യോതിഷവും അനുശാസിക്കുന്നതനുസരിച്ച് ഇനി പറയുവാൻ പോകുന്ന ചെടികൾ, ഇതിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരുള്ള വീടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ടവയാണ്. അപ്പോൾ ഈ ഒരു ദോഷം ബാധിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയാണെന്നും ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി പറയുവാൻ പോകുന്ന മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും തീർച്ചയായും എഴുതി അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ ഒന്നാമതായി വരുന്ന നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷത്തിന് കാരണമാവുകയും ഭരണി നക്ഷത്രക്കാരുള്ള വീടുകളിൽ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അനർത്ഥങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതുമായ ഒരു ചെടിയാണ് കള്ളിമുൾച്ചെടി. അതായത് കള്ളിച്ചെടി ഇനത്തിൽപ്പെട്ട ഒരു ചെടികളും ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള വീടുകൾക്ക് അനുയോജ്യമല്ല. ഇനി അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ഉണ്ടാവുകയും അതേസമയം കള്ളിച്ചെടി ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ വീടുകളിൽ വളരുകയും ചെയ്യുകയാണെങ്കിൽ നിരന്തരം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുകയും എപ്പോഴും ആ വീട്ടിലുള്ളവർക്ക് മാനസികമായ അസ്വസ്ഥതകൾ മാറി മാറി അനുഭവിക്കേണ്ടതായും വരും. അതായത് എന്തൊക്കെ ചെയ്താലും ആ വീട്ടിലുള്ളവർക്ക് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയങ്ങളിലായിരിക്കും ചില അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ആ വീട്ടിലുള്ളവർക്ക് നേരിടേണ്ടി വരുന്നത്. അതിനാൽ കള്ളിച്ചെടി ഇനത്തിൽപ്പെട്ട ഒരു ചെടികളും ഭരണി നക്ഷത്രക്കാരുള്ള വീടുകളിൽ വളരുന്നില്ല എന്നത് പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. ഇനി രണ്ടാമതായി വരുന്ന
നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലുമുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ വീടിനോട് ചേർന്നും വീടിൻ്റെ മുൻഭാഗത്തുമായി വാഴ നട്ടുവളർത്തുന്നത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് കാർത്തിക നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങൾക്ക് കാരണമാകും എന്നതാണ് സത്യം. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഉള്ള വീടിൻ്റെ മുൻഭാഗത്തും വീടിനോട് ചേർന്നുമൊക്കെ വാഴ വളരും തോറും വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും കടബാധ്യത വർദ്ധിക്കുന്ന സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ജീവിതത്തിൽ ചെയ്യുവാൻ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം നേരിടുന്ന അവസ്ഥയും ഈ ഒരു ദോഷം കൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്കും ഈ നക്ഷത്രക്കാരുള്ള കുടുംബത്തിനും അനുഭവിക്കേണ്ടി വരും. ഇനി ഈ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ആ വ്യക്തി ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് വളരെയധികം മാനസിക പിരിമുറുക്കം നേരിടേണ്ടി വരികയും ജീവിതത്തിൽ കണ്ണീർ കുടിക്കേണ്ട സാഹചര്യങ്ങൾ ഒട്ടനവധിയായി വന്നു ചേരുകയും ചെയ്യുവാനും ഈ ഒരു ദോഷം മതിയാകും. അതിനാൽ തന്നെ കാർത്തിക നക്ഷത്രക്കാരുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഒരു തെറ്റ് നിങ്ങൾ ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ഇനി മൂന്നാമതായി വരുന്ന നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരാണ്. വാസ്തുശാസ്ത്രവും ജ്യോതിഷവും കോർത്തിണക്കി നോക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാരുള്ള വീടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു മരമാണ് പുളിമരം. അതായത് ഒരു രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയെങ്കിലുമുള്ള വീട്ടിലാണ് പുളിമരം വളരുന്നത് എങ്കിൽ ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ വീടിനെ ബാധിക്കുവാൻ ഇത് കാരണമാകും. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഒരു ദോഷകരമായ കാര്യം നിലനിൽക്കുന്ന വീട്ടിൽ എപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുകയും പലവിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ വീടുകളിൽ പുളിമരം വളരും തോറും കാര്യതടസ്സങ്ങളുടെ ഘോഷയാത്രയായിരിക്കും അവിടെ നടക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണമറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മരം രോഹിണി നക്ഷത്രക്കാരുടെ വീടുകളിൽ വളരുന്നത് ആ വീടിൻ്റെ കുടുംബനാഥൻ്റെ ആയുസ്സിന് തന്നെ ദോഷകരമായി വരുന്ന ഒന്നാണ്. അപ്പോൾ ഒരു രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയെങ്കിലുമുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അവിടെ പുളിമരം വളരുന്നതിലും വലിയ ഒരു നെഗറ്റിവിറ്റി വേറൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇനി നാലാമതായി വരുന്ന മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു മരമാണ് ആൽമരം. അതിന് വീടിനോടടുത്തായിരുന്നാലും വീട്ടിൽ നിന്ന് മാറി പറമ്പിലായിരുന്നാലും അതിൽ നിന്ന് ദോഷകരമായ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എന്നതാണ് വാസ്തവം. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആൽമരം മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ തൈ അവിടെ വളർത്തി തുടങ്ങുന്ന സമയം മുതൽ അതിസമ്പന്നതയിൽ ജീവിച്ചിരുന്ന കുടുംബമാണെങ്കിൽ പോലും പിന്നീട് അവിടെ പല വഴിക്കും സമ്പത്ത് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ ഒട്ടനവധി തകർച്ചയുടെ അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഒപ്പം തന്നെ മകം നക്ഷത്രക്കാരിൽ വിവാഹ തടസ്സമുണ്ടാകുവാനും ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്ന തരത്തിലുള്ള ദോഷങ്ങളും ഈ ഒരു മരം വീട്ടിൽ വളരുന്നതിലൂടെ ഉണ്ടാകുമെന്നതാണ് പലരുടെയും അനുഭവത്തിൽ നിന്ന് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ അനാവശ്യമായുള്ള പല തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കുവാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുമായി മകം നക്ഷത്രക്കാരുടെ വീടുകളിൽ നിന്ന് പൂർണ്ണമായി ആൽമരം ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇനി അഞ്ചാമതായി വരുന്നത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരുള്ള വീടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു മരമായി കണക്കാക്കപ്പെടുന്നത് അരയാൽ മരമാണ്. ഒരു ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയെങ്കിലുമുള്ള വീടാണെങ്കിൽ അവിടെ ഒരു ചെറിയ അരയാൽ മരത്തിൻ്റെ തൈ പോലും വളരുന്നത് ആ കുടുംബത്തിന് തന്നെ ഒട്ടനവധി ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാനും
കടബാധ്യതകൾ വിട്ടൊഴിയാത്ത സാഹചര്യങ്ങൾ അനുഭവത്തിൽ വരുവാനും കാരണമാകുന്ന ഒരു ദോഷമാണ്. അതായത് എത്രയൊക്കെ സമ്പാദിച്ചാലും സമ്പാദിക്കുന്ന പണമൊന്നും കയ്യിൽ നിൽക്കാത്ത ദുരവസ്ഥയും ഓരോ ദിവസവും കടം പെരുകുന്ന തരത്തിലുള്ള ദുരിതപൂർണമായ അനുഭവങ്ങളുമായിരിക്കും ആ കുടുംബത്തിന് തന്നെ നേരിടേണ്ടി വരിക. സാമ്പത്തിക പ്രശ്നങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കും എന്നത് മാത്രമല്ല, കുടുംബത്തിലുള്ളവർക്ക് കണ്ണുനീർ തോരാത്ത തരത്തിലുള്ള നിരവധി സാഹചര്യങ്ങളും ഈ ഒരു വാസ്തുദോഷം കൊണ്ട് വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി ആപത്തുകളെ ക്ഷണിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു മരം തന്നെയാണ് അരയാൽ. അതിനാൽ ചിത്തിര നക്ഷത്രക്കാർ മനഃപൂർവ്വം വീടുകളിൽ നിന്ന് ഈ ഒരു മരം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ആറാമതായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളിലും വീട്ടുപരിസരത്തും നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി ദോഷകരമായ ഫലങ്ങൾ ആ കുടുംബത്തിന് തന്നെ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്ന ഒരു മരമാണ് കരുവേല മരം. ഈ ഒരു മരത്തിൻ്റെ ചെറിയ തൈയാണെങ്കിൽ പോലും ഇത് വളരുന്ന വിശാഖം നക്ഷത്രക്കാരുടെ വീടുകളിലുള്ള മുതിർന്ന ആളുകൾക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുകൂടാതെ അവിചാരിതമായ ചില ആപത്തുകൾ ആ കുടുംബത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടതായും വരും. അതായത് ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇത്രയേറെ ദുഃഖകരമായ കാര്യങ്ങളും കുടുംബത്തിൻ്റെ സന്തോഷം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥകളും നിലനിൽക്കുന്നത് എന്നത് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും വിട്ടുമാറാത്ത ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷത്തിന് കാരണമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്നത് തീർച്ചയായും നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഒരു ചെറിയ കുട്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളതെങ്കിലും ഈ ഒരു മരം നിങ്ങൾ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കണം. ഇനി ഏഴാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരുള്ള വീടുകളിലെ സമാധാനവും സന്തോഷവും എല്ലാം നശിപ്പിക്കുവാൻ തക്കതായ ദോഷങ്ങൾ വിതയ്ക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ആര്യവേപ്പ്. അതായത് ആര്യവേപ്പ് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ഔഷധ ഗുണം കൊണ്ടും സൗന്ദര്യവർദ്ധനത്തിനും ഉപകാരപ്പെടുന്ന ഒരു മരമാണെങ്കിലും വാസ്തുവും ജ്യോതിഷവും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് അനിഴം നക്ഷത്രക്കാരിൽ ദോഷങ്ങൾ മാത്രം വിതയ്ക്കുവാൻ കാരണമാകുന്ന ഒരു മരമാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആര്യവേപ്പ് മരം അനിഴം നക്ഷത്രക്കാരുടെ വീടുകളിൽ വളരുന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്ക് മനസമാധാനം അനുഭവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. എപ്പോഴും മാനസിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വരും എന്നത് മാത്രമല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും അവിടെ നിരന്തരം ഉണ്ടാകുവാൻ ഇത് കാരണമാകുന്നു. ഇതിനെല്ലാം പുറമെ ആ വീട്ടിലുള്ളവർക്ക് ജീവഹാനി വരെ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില അത്യാപത്തുകളും ഈ ഒരു ദോഷം കൊണ്ട് ക്ഷണിച്ചു വരുത്തപ്പെടും. ഇപ്പോൾ ഒരു അനിഴം നക്ഷത്രക്കാരെങ്കിലുമുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ പ്രായവ്യത്യാസം നോക്കാതെ തന്നെ ഈ ഒരു മരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി എട്ടാമതായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ജീവിതത്തിനും ദോഷങ്ങൾ മാത്രം വിതയ്ക്കുന്ന ഒരു ചെടിയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ബാംബു ചെടി. അതായത് മുളവർഗത്തിൽപ്പെട്ട ഒരു ചെടികളും ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ വളർത്തുവാൻ ഉത്തമമല്ല. ഇനി നേരെ മറിച്ച് ഒരു മുളയുടെ ചെടിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീട്ടിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും അധികരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും. അതായത് ഒരു ചെറിയ പ്രശ്നമാണ് അതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ പോലും പിന്നീട് അത് അധികരിക്കുകയും കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരോഗ്യത്തിനും ആയുസ്സിനും വരെ ദോഷകരമാകുന്ന തരത്തിലുള്ള ആപത്തുകൾ എന്നിങ്ങനെ ആയില്യം നക്ഷത്രക്കാർക്ക്
ഈ ഒരു ചെടി കൊണ്ട് ദോഷം മാത്രമാണ് ഫലമുണ്ടാവുക. അതിനാൽ തന്നെ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ വീടുകളിൽ നിന്ന് ഈ ഒരു മരം അല്ലെങ്കിൽ ചെടി പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി 9ാമതായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്കും വളരെയധികം ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു മരം എന്ന് പറയുന്നത് പുളിമരമാണ്. അതിനി വീടിൻ്റെ മുൻഭാഗത്താണെങ്കിലും വീടിൻ്റെ അകലെയാണെങ്കിലും പൂയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള വീട്ടിൽ പുളിമരം വളരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണുനീരിന് കാരണമാകുന്ന ഒന്ന് തന്നെയായിരിക്കും. മാത്രമല്ല, എപ്പോഴും കുടുംബത്തിലുള്ളവർ തമ്മിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര സ്നേഹമില്ലാത്ത സാഹചര്യങ്ങളുമായിരിക്കും നിലനിൽക്കുക. മാത്രമല്ല, ഇത് വീടിന് വളരെയധികം നെഗറ്റിവിറ്റിക്ക് കാരണമാകുന്നതിനാൽ തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു നേരമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രത്തിൽ പിറന്ന ഒരു കൊച്ചുകുട്ടിയെങ്കിലുമുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ പൂർണ്ണമായി ആ വീട്ടിൽ നിന്ന് പുളിമരം ഒഴിവാക്കുക. ഇനി 10ാമതായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള വീടുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയേ മതിയാകൂ എന്ന് തന്നെ പറയേണ്ട ഒരു മരമാണ് പനമരം. അതായത് ഈ ഒരു മരം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ വളരുന്നുണ്ടെങ്കിൽ അത് ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കുവാൻ കാരണമാകും. ഇനി ആ ഒരു ദോഷം ആ ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും ദോഷകരമായി ബാധിക്കുന്നത്. അതായത് ഒരു വിധത്തിലും നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാനോ ജീവിതത്തിൽ പുരോഗതി കണ്ടെത്തുവാനോ കഴിയാത്ത തരത്തിലുള്ള ദുരവസ്ഥയ്ക്കായിരിക്കും ഇത് കാരണമാകുന്നത്. മാത്രമല്ല, ഈ ഒരു മരം വളരെ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ ആയുസ്സിന് വരെ ആപത്ത് വരുത്തി വെക്കുന്ന തരത്തിലുള്ള ചില ദോഷങ്ങളെ ക്ഷണിച്ചു വരുത്തും. അപ്പോൾ ചതയം നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ നട്ടതോ അല്ലാതെയുള്ള പനമരം നിങ്ങളുടെ വീട്ടിലും പരിസരത്തും വളരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി അടുത്തതായി വരുന്നത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ദോഷങ്ങൾ അനുഭവത്തിൽ വരികയും ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുവാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് ബോഗൺവില്ല. പല ആളുകളും കാഴ്ച ഭംഗി കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിലും രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും രേവതി നക്ഷത്രക്കാരുള്ള വീട്ടിലോ വീടിൻ്റെ മുൻഭാഗത്തോ വീട്ടു പരിസരത്തോ ഈ ഒരു ചെടി നട്ടുവളർത്തുകയാണെങ്കിൽ അത് വളരെയേറെ ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയുമ്പോൾ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ കഴിയാതെ എപ്പോഴും പല വിധത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട സാഹചര്യമായിരിക്കും ഈ രേവതി നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുന്നത്. മാത്രമല്ല, കുടുംബത്തിലുള്ളവർക്ക് മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങളും അതിലെല്ലാം ഉപരിയായി ചില ദുഃഖകരമായ വാർത്തകൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകുവാനും ഈ ഒരു ദോഷം കാരണമാവും. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചെടി വീടിൻ്റെ പരിസരത്ത് നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി അടുത്തതായി ഇത്തരത്തിലുള്ള ദോഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ട നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീട്ടിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് പരുത്തിച്ചെടി. ഈ ഒരു ചെടി പൂരാടം നക്ഷത്രക്കാരുടെ വീട്ടിലോ വീട്ടുപരിസരത്തോ വളരുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ദോഷം വേറെയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നനച്ചിരിക്കാത്ത സമയത്തുള്ള ചില ദുഃഖവാർത്തകൾ ആ വീടിനെ തേടിയെത്തുവാനും അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവർക്ക് ദുരിതങ്ങൾ പല വിധത്തിലും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഈ ഒരു മരം കാരണമാകുന്നു. അതായത് എല്ലാ വിധത്തിലും പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിച്ചു തീർക്കേണ്ട അവസ്ഥയായിരിക്കും
ആ വീട്ടിലുള്ളവർക്ക് അനുഭവത്തിൽ വരിക. ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ നാനാവിധത്തിലായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബ കലഹങ്ങളും കാര്യതടസ്സങ്ങളും എന്ന് വേണ്ട ജീവിതം തന്നെ നിങ്ങൾക്ക് അതികഠിനമായി മാറും. അതിനാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാടം നക്ഷത്രത്തിൽ പിറന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പരുത്തി മരം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തെങ്ങും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 12 നക്ഷത്രക്കാരും ഈ ചെടികളെയും മരങ്ങളെയും നിങ്ങളുടെ വീട്ടുപരിസരത്തു നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദോഷങ്ങൾക്ക് പകരം ഒട്ടനവധി ശുഭകരമായ അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളുമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.